നമസ്കാരം. ഇന്ത്യയോട് സഹകരണ അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. ഒരു പ്രധാന സാമ്പത്തിക താരമായ ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താൻ അഫ്ഗാനിസ്ഥാന് അതിയായ ആഗ്രഹമുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നിലവാരം ഉയർത്തുമെന്നും അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യത്തിനും ഭീഷണിയല്ലെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്താഖി പറഞ്ഞു. നിലവിൽ അഫ്ഗാനിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കും വിദ്യാർത്ഥികൾക്കും രോഗികൾക്കുമുള്ള വിസ വ്യവസ്ഥയിൽ ഇന്ത്യ ഇളവ് വരുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി പുറത്തിറക്കിയ ഇന്ത്യയും കാബൂളും തമ്മിലുള്ള പരസ്യ പങ്കാളിത്ത പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചത്. അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മുസ്രിയുമായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ അഫ്ഗാനിസ്ഥാന്റെ വാണിജ്യ ഗതാഗത ഡെപ്യൂട്ടി മന്ത്രിമാരും സന്നിഹിതരായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായുള്ള പങ്കാളിത്തം സംബന്ധിച്ച പരസ്യ പ്രസ്താവന ഇറക്കിയത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും മയക്കുമരുന്ന്, അഴിമതി എന്നിവയ്ക്കെതിരെയുമുള്ള അഫ്ഗാൻ ശ്രമങ്ങളെ അഭിനന്ദിച്ച ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി അഫ്ഗാനിസ്ഥാനുമായുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ബന്ധം വിപുലീകരിക്കുന്നതിനും ചബഹാർ തുറമുഖം വഴിയുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിഷയങ്ങളിൽ ഊന്നൽ നൽകിയതായും ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ പാകിസ്ഥാൻ വ്യോമാക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചതിന് പിന്നാലെയാണ് മിസറി മുത്തഖി കൂടിക്കാഴ്ച നടന്നത്. അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികളിൽ ഏർപ്പെടുന്നതും ആരോഗ്യ മേഖലയിൽ ഭൗതിക പിന്തുണ നൽകുന്നതും ഇന്ത്യ പരിഗണിക്കുമെന്ന് ദുബായിലെ ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ആദ്യഘട്ടത്തിൽ ആരോഗ്യ മേഖലയ്ക്കും അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനുമാകും ഇന്ത്യ കൂടുതൽ ഭൗതിക പിന്തുണ നൽകുമെന്നതും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷാ പ്രശ്നങ്ങളോടുള്ള അഫ്ഗാനിസ്ഥാന്റെ നിലപാടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമായെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ കാബൂളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനായുള്ള പോരാട്ടം തുടരുകയാണ്. അഫ്ഗാൻ മണ്ണ് ഒരു രാജ്യത്തിനുമെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ അഫ്ഗാനിസ്ഥാനിലെ സാന്നിധ്യത്തെക്കുറിച്ചും ഇന്ത്യ ആശങ്കാകുലരാണെന്ന് അറിയിച്ചിട്ടുണ്ട്. 2021 ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഏറ്റെടുത്തതിന് ശേഷം അവിടെ നിന്നുള്ള വിസകളോടുള്ള ഇന്ത്യയുടെ സമീപനം കർശനമായി തീർന്നു. അഫ്ഗാൻ പൗരന്മാർക്ക് നൽകിയ എല്ലാ ഫിസിക്കൽ വിസകളും ഇന്ത്യ റദ്ദാക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ സർവകലാശാലകളിൽ ചേർന്ന അഫ്ഗാൻ വിദ്യാർത്ഥികളെ സാരമായി ബാധിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ വിസകളും വിരളമായി നൽകിയിരുന്നുള്ളൂ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയം മാറിയതിനു ശേഷം അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ട് കയറ്റുമതിക്കാർ ഉൾപ്പെടുന്ന വ്യാപാര പ്രവർത്തകരും പ്രതിസന്ധിയിലായി. അഫ്ഗാനിസ്ഥാന്റെ വഷളായ ആരോഗ്യ സംരക്ഷണ സംവിധാനവും അയൽ രാജ്യമായ പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളാകുന്നതും ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് താലിബാൻ ഇപ്പോൾ ഇന്ത്യയോട് വിസ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകാതിരുന്നതിനാലും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വിസ തേടിയെത്തുന്നവരുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നും അവിടെ നിന്നുള്ള വിസ അപേക്ഷകൾ അനുവദിക്കുന്നത് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇന്ത്യയുടെ ഇത്തരം ആശങ്കകൾ ലഘൂകരിക്കുന്നതിന് വിസ അപേക്ഷകരെ ശ്രദ്ധാപൂർവം പരിശോധിക്കുമെന്ന് താലിബാൻ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസ്താവന അഫ്ഗാനിസ്ഥാന്റെ വികസന ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകാനുള്ള സന്നദ്ധത ഉയർത്തിക്കാട്ടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വിസകളെ കുറിച്ച് ആ പ്രസ്താവനയിൽ നേരിട്ട് പരാമർശിക്കുന്നുമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.